നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ സ്വതന്ത്രമായി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രിക്ക് മെയിലയച്ച തൃശൂർ സ്വദേശിനി നീറ്റ് വിദ്യാർത്ഥിനിയായ അഞ്ജലി എസ് ആണ് പ്രധാനമന്ത്രിക്ക് മെയിലയച്ചത്. ക്രമക്കേടുകൾ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരവും ഫീസ് ഇളവും നൽകണമെന്നും അഞ്ജലി മെയിലിൽ ആവശ്യപ്പെടുന്നു. 2020 മുതൽ 2024 വരെ തുടർച്ചയായി 5 വർഷം നീറ്റ് പരീക്ഷ എഴുതിയ വ്യക്തിയാണ് അഞ്ജലി. 2022-ലും 2023-ലും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടണമെന്ന ആഗ്രഹത്തിൽ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. 2024-ലെ നീറ്റ് പരീക്ഷയിൽ 640 മാർക്ക് നേടിയെങ്കിലും പിന്നീട് നടത്തിയ തിരുത്തലുകൾക്ക് ശേഷം മാർക്ക് 635 ആയി. ഉയർന്ന മാർക്ക് നേടിയതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അഞ്ജലി. എന്നാൽ 2024-ലെ അസാധാരണമായ ഉയർന്ന കട്ട് ഓഫ് കാരണം സർക്കാർ സീറ്റ് ലഭിച്ചില്ലെന്ന് അഞ്ജലി പറയുന്നു. മുൻ വർഷങ്ങളിലെ മാർക്ക്, റാങ്ക് വിവരങ്ങളും 2024-ലെ വിവരങ്ങളും താരതമ്യം ചെയ്തുള്ള വിവരങ്ങൾ മെയിലിനൊപ്പം പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2024-ലെ റാങ്കിംഗ് രീതിയിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നുവെന്നും ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നും അഞ്ജലി ആവശ്യപ്പെടുന്നു. 2022-23 എനിക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടും ഞാനത് എടുത്തില്ല. കാരണം എനിക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടണമായിരുന്നു. ഫാമിലിക്ക് വെറുതെ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 2024-ലെ എക്സാമിന് എനിക്ക് 640 കിട്ടി. കറക്ഷന് ശേഷം 635 ആയി. എങ്കിലും മാർക്ക് കൂട്ടിയ സമയത്ത് നമുക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടുന്ന ഉറപ്പായിരുന്നു. കാരണം ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇത്രയും ഉയർന്ന കട്ട് ഓഫ് എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പോ നമ്മൾ ഗവൺമെന്റ് കിട്ടും തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. അവസാനം ഞാനിപ്പോ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നീട് പ്രവർത്തിച്ച ആൾക്കാരിൽ നിന്ന് ഒരു നഷ്ടപരിഹാരം നമുക്ക് ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞാനിപ്പോ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്ക് ഞാനിപ്പോ മെയിൽ അയച്ചിട്ടുണ്ടിരുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിലവിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിലാണ് അഞ്ജലി പഠിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 10 ലക്ഷം രൂപയാണ് ഫീസിനായി കുടുംബത്തിന് ചെലവാകുന്നതെന്ന് അഞ്ജലി പറയുന്നു. വിദ്യാഭ്യാസം തുടരുന്നതിനായി മാതാപിതാക്കൾ വായ്പയെടുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങുകയും ചെയ്യുന്നതായും അഞ്ജലി വ്യക്തമാക്കി. പ്രധാനമന്ത്രിക്ക് പുറമെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും അഞ്ജലി മെയിൽ അയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ.